കോഴിക്കോടും തിരുവനന്തപുരവും അടക്കം സംസ്ഥാനത്തിന്റെ പല മേഖലകളിൽ വ്യാപക സംഘർഷമാണ്. നാളെ ബ്ലോക്ക് തലത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ആഹ്വാനം. ഷാഫി പറമ്പിലിനെതിരായ അക്രമം പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. നാളെ ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധമുണ്ട്. ഇന്ന് രാത്രി വൈകിയും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്തിന് മുന്നിലും വലിയ പ്രതിഷേധമാണ്. പേരാമ്പ്രയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM കോൺഗ്രസ് സംഘർഷം, അതിൽ പോലീസിൻ്റെ ഇടപെടലുണ്ടാവുന്നു. അതിനിടയിൽ പോലീസ് ലാത്തി ചാർജ് ഉണ്ടായി എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും ഷാഫി പറമ്പിലിന്റെ മൂക്കിന് പരിക്കേറ്റു. രക്തം വാർന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ കോൺഗ്രസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കല്ലേറുകൊണ്ട് പരസ്പരം ഏറുണ്ടായി എന്നാണ് മനസ്സിലാവുന്നത്. വലിയ പരിക്കേറ്റ ആളുകൾ പോലുമുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കു പറ്റിയിട്ടുണ്ട്. വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് ഇന്ന് വൈകിട്ട് കോഴിക്കോട് സംഭവിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്പസമയം മുമ്പ് കോഴിക്കോട് നഗരത്തിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിലും അക്രമമുണ്ടായി. വ്യാപകമായി അവിടെ സർക്കാരിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുകയും പോലീസുമായുള്ള സംഘർഷ നീക്കങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നത് കോഴിക്കോട് അല്പസമയം മുമ്പ് പോലീസുമായിട്ടുണ്ടായ അക്രമ സംഭവങ്ങളാണ്. എന്തായാലും വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാന നഗരിയിൽ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ MP പരിക്കുപറ്റി.
MP ആണെന്ന് അറിഞ്ഞിട്ടും ഷാഫി പറമ്പിലിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി എന്നതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. എന്തായാലും ഷാഫി പറമ്പിലിന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ചികിത്സ നടക്കുന്നു. ഷാഫി പറമ്പിലിന് പരിക്കേറ്റിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധ പരിപാടികളാണ് നടത്തുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ പല മേഖലകളിലായും സമാനമായ ചില സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SFIയും കോൺഗ്രസും KSU പ്രവർത്തകരും ഒക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നഗരത്തിൽ പ്രവർത്തകരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പലതും സംഘർഷങ്ങൾക്ക് വഴിമാറുന്നുണ്ട്. അതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. നടു റോഡിൽ VP ഒക്കെ ഉരുട്ടി വലിയ പ്രതിഷേധമാണ് അവിടെ പ്രവർത്തകർ നടത്തുന്നത്. ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റു, പോലീസ് ലാത്തിചാർജ് ചെയ്തു എന്നതാണ് ഈ പ്രതിഷേധത്തിന് കാരണം. ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ റിലീസിൽ വ്യക്തമാക്കുന്നത് പോലെ ഇത് ബോധപൂർവമായി അടിച്ചൊതുക്കാമെന്ന നീക്കമാണ് നടക്കുന്നത്. പൂർണ്ണമായി പക്ഷപാതപരമായി പോലീസിൻ്റെ ഇടപെടലുണ്ടാകുന്നു. CPM പ്രവർത്തകരെ സംരക്ഷിച്ചുകൊണ്ട് അതേസമയം കോൺഗ്രസിനെതിരെ അതിക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയാണ് നടത്തിയത് എന്നാണ് ആരോപണം. മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അവിടെ പരിക്ക് പറ്റിയെന്നാണ് അറിയുന്നത്. സംസ്ഥാന വ്യാപകമായി നാളെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോഴിക്കോട് ഇന്ന് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിന് തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോവുകയാണ്. നാളത്തെ ദിവസം നിർണായകമാണ്. പോലീസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളികളുള്ള ദിവസം കൂടിയാണ്. പലയിടത്തും അത് സർക്കാർ വിരുദ്ധ പ്രതിഷേധമായി മാറുന്നു. അങ്ങനെ സർക്കാർ ഓഫീസുകൾക്ക് നേരെയുള്ള പ്രതിഷേധം മറ്റുമായി മാറാനുള്ള സാധ്യതയുണ്ട്. നാളെ ഒരു പകൽ നിരം സംസ്ഥാന വ്യാപകമായി വ്യാപക പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തുടർ ചലനങ്ങളൊക്കെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ജില്ലാസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രതിഷേധ പരിപാടികളാണ് നടത്തുന്നത്. സർക്കാർ വിരുദ്ധ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന UDFനെ സംബന്ധിച്ച് ഇതൊരു പുതിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നീക്കങ്ങൾ പോലീസിനെതിരെ നടത്തും. അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം. ഷാഫി പറമ്പിലിന് പരിക്കേറ്റു, പോലീസ് ലാത്തിചാർജ് ചെയ്തു. MP ആണെന്നറിഞ്ഞിട്ടും ലാത്തിചാർജ് ചെയ്തു. ഇതാണ് പ്രവർത്തകർ കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. കോഴിക്കോട്ടെ മാർച്ചാണ് വലിയ തരത്തിൽ ഇത്തരം സംഘർഷങ്ങൾക്ക് ഇടവച്ചിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് പലയിടങ്ങളിലും. UDF പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം പോലീസും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടുന്നുണ്ട്. തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും സമാനമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായ പ്രതിഷേധമാണ് പലയിടങ്ങളിലും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നാളെ വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ അത് ഉണ്ടാവും. ഷാഫി പറമ്പിൽ അവരെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സ്വീകാര്യതയുള്ള, കൂടുതൽ അണികളുടെ പിന്തുണയുള്ള നേതാവാണ്. സ്വാഭാവികമായും ഷാഫി പറമ്പിലിന് നേരെ അക്രമം ഉണ്ടായി എന്നത് പ്രവർത്തകർ വൈകാരികമായി ഏറ്റെടുക്കുന്നു. അതാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ കാണാനാവുന്നത്. ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ബാക്കിൽ